അപ്പോൾ ഇതാണ് ഷമാം എന്ന് പറയുന്ന ഫ്രൂട്ട് അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ മാന്നാർ പഞ്ചായത്തിലും ഷമാം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. നല്ല പരിചരണം വേണ്ട ഫലമാണ് അല്ലേ? അതെ, ഇതിന് ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ടതാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈച്ച കുത്താൻ സാധ്യത. ഇതും എത്ര നാളെടുക്കും ഇതിനൊരു വിളവിൻ്റെ? ഒരു 70 ദിവസത്തിന് മേലെ എടുക്കും. അപ്പോൾ സ്മാർട്ട് പെൻ സഫാരിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാനായി പോകുന്നത് മാന്നാർ പഞ്ചായത്തിലെ 19-ാം വാർഡ് വിഷവർശ്ശേരിക്കരയാണ്. ഈ മനോഹരമായ ഈ നാട്ടിൻ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന തണ്ണിമത്തൻ, ഷമാം, പൊട്ടുവെള്ളരി, ഈ കൃഷിയിടമാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ഈ കൃഷിയിടത്തിലേക്ക് പോകാം. ഇന്ന് ഇവിടുത്തെ വീഡിയോ ആണ്, ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഇവിടുത്തെ വീഡിയോ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ എത്തിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ 19-ാം വാർഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പയറാണ്. ഇത് ഏതിനും പയറാണ്? ഇത് കഞ്ഞിക്കുഴി പയർ. കഞ്ഞിക്കുഴി പയർ. എൻ്റെ പേര് ശാന്തിനി ബാലകൃഷ്ണൻ. 18-ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. അച്ഛൻ കർഷകനായിരുന്നു. അച്ഛനാണ് നേരത്തെ ഇവിടെ പയറും പാവലും ഒക്കെ ഇട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു ജോലി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛന് വയ്യാതായപ്പം ഞങ്ങൾ തണ്ണിമത്തൻ, ഏട്ടൻ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അങ്ങനെയാണ് ഞങ്ങൾ 3 വർഷത്തിന് മുമ്പേ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ആലോചിച്ച് ചെയ്തതാണ്. അന്ന് നമുക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ബെഡ് ഒരുക്കേണ്ടതെന്നൊന്നും. അന്ന് ഞങ്ങൾ തടമെടുത്താണ് ചെയ്തത്. പക്ഷേ അന്നേരം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാരണം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഇച്ചിരി പോരാഴികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ ഒട്ടും പിന്നോട്ട് പോയില്ല. പിന്നത്തെ വർഷം, കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ ഹരികുമാർ സാറ് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് അത് സമ്പൂർണ്ണമായിട്ടും കൃഷി രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെയാണ് ബെഡും ഒക്കെ ഇട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. അപ്പം കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യവും ഷമാമൊക്കെ ഉണ്ടായിരുന്നു. തണ്ണിമത്തൻ, ഷമാമ്, പൊട്ടുവെള്ളരി, അതുപോലെ തന്നെ കുക്കുംബർ, പയർ, പാവല്, വെണ്ട, ചീര ഉണ്ടായിരുന്നു. നല്ല പട്ടുചീരയായിരുന്നു. അത് ഞങ്ങൾ 3 വർഷവും ചെയ്യുന്നുണ്ട്. പിന്നെ നെൽകൃഷിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചേറെ ചോളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൂടെ ആയിരുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റി. അതെ, നമ്മൾ ഒന്നിനെ മാത്രം ആശ്രയിച്ചിരിക്കാതെ എല്ലാം കൂടെ പരീക്ഷിച്ചാണ് ചെയ്തത്. ഇപ്പൊ അമ്പലപ്പുഴ സ്റ്റേഷനിലാണ്. ഇപ്പോൾ യാത്രാ ദൂരം കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ ഇവിടത്തേക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ വരുന്നത് ഒത്തിരി വൈകിയാണ്. അപ്പം കുറച്ച് സമയം നമ്മൾ അപ്പോൾ കുറച്ചുകൂടെ എഫർട്ട് എടുക്കണം. കൂടുതൽ സമയം കൃഷിയിടങ്ങളിൽ നിൽക്കേണ്ടി വരും. അതെ, ഒരു സൈഡ് യെല്ലോ കളർ ചേരും അല്ലേ? അത് ബെഡുമായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. അവിടെ യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് ഏകദേശം വിളവായി കഴിയും. ഏകദേശം 70 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ പരിപാലിച്ചാൽ 70 ദിവസം കൊണ്ട് നമുക്ക്. ഇപ്പം നമ്മളിപ്പം തണ്ണിമത്തൻ കൃഷി എടുത്തിട്ട് നമ്മളിപ്പം എടുത്ത ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നഷ്ടമില്ലാത്തൊരു വിളവ് നമുക്ക് പ്രതീക്ഷ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പയറാണ്. ഇത് ഏതിനും പയറാണ്? ഇത് കഞ്ഞിക്കുഴി പയർ. ഈ കഞ്ഞിക്കുഴി പയറിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് പയറിനെക്കാട്ടിൽ കൂടുതൽ വിളവുണ്ടാവും. നീളത്തിനും വ്യത്യാസമുണ്ട്. അതെ, നല്ല ടേസ്റ്റുള്ള പയറാണ്. അപ്പോൾ ഇതിന്റെ കൃഷി നമ്മളിപ്പോൾ ഇതിന് പരിപാലനം കൊടുക്കുന്നത് ജൈവ കൃഷി ആയതുകൊണ്ടാണല്ലേ? അതെ, കീടനാശിനി പ്രയോഗം ഒട്ടും തന്നെ ഇല്ല. അടുത്ത പറിച്ചുനടയിൽ ഒരുങ്ങി നിൽക്കുന്ന ചീരവിത്തുകളാണ് ഇവിടെ. കാരണം അവർ അത്രത്തോളം കൃഷിയെ സ്നേഹിക്കുന്നുണ്ട്. കൃഷിയുടെ പുതുതലമുറയിലേക്ക് അവരെത്തിക്കുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇവിടെ കൃഷി പരിപാലിച്ചു പോകുന്നുമുണ്ട്. വൈകിട്ട് വാർഡിലെ കാര്യങ്ങളും പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ പോയിട്ട് തന്നെയാണ് നമ്മൾ ഈ സമയം കണ്ടെത്തുന്നത്. കൂടുതലും വിഷരഹിതമായ പച്ചക്കറി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് ആഗ്രഹമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരുപാട് സമയം നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം വേണ്ടി വരില്ല. നമ്മൾ കൃഷിയിൽ ഒരു ഇച്ചിരി നേരം എടുത്താൽ നമ്മുടെ ആരോഗ്യം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. നമ്മുടെ പ്രായമായവർക്കും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും
വിഷമില്ലാതെ കൊടുക്കുക. പണ്ടുള്ളവരെ കാണുമ്പോൾ ഒരുപാട് ആയുസ്സുള്ള ഒത്തിരി ആൾക്കാർ. അതെ അതെ, പഴയ തലമുറ ആയുസ്സുള്ള തലമുറയായിരുന്നു. ഇപ്പോൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറ. എൻ്റെ അമ്മൂമ്മയ്ക്ക് 96 വയസ്സുണ്ട്. ഇപ്പോഴും ഒരു എന്താ പറയുക, പ്രഷറിൻ്റെ ഒരു മരുന്ന് കഴിക്കുന്നു എന്നതേ ഉള്ളൂ. വളരെ കുറവായിട്ടുള്ള ഒരു മെഡിസിനാണ് എടുക്കുന്നത്. മാസത്തിലൊരു 30 രൂപയുടെ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ചെറിയ തലമുറയെ നോക്കുമ്പോൾ അവർ വലിയ ബോക്സുമായിട്ടാണ് നടക്കുന്നത്. മരുന്നിന്റെ ബോക്സ് തന്നെ അവരുടെ കയ്യിലുണ്ട്. മന്ത്ലി തന്നെ നല്ലൊരു എമൗണ്ട് അതിനകത്ത് കണ്ടെത്തേണ്ടി വരും. അതെ. അപ്പോൾ കാണുന്നത് വെണ്ടയാണ് അല്ലേ? ഇത് ഏതിനുമാണ്? ഇത് സമ്രാട്ട്. സമ്രാട്ട് നല്ല കൂടുതൽ നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാ. നല്ല ഇനമാണ് അല്ലേ? നല്ല ഇനമാണ്. അപ്പോൾ ഇതിന് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല? ഇല്ല, കായ്ച്ചു തുടങ്ങിയേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഷമാം എന്ന് പറയുന്ന ഫ്രൂട്ട് അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ മാന്നാർ പഞ്ചായത്തിലും ഷമാം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. നല്ല പരിചരണം വേണ്ട ഫലമാണ് അല്ലേ? അതെ, ഇതിന് ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ടതാ. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈച്ച കുത്താൻ സാധ്യത. ഇതും എത്ര നാളെടുക്കും ഇതിനൊരു വിളവിന്റെ? ഒരു 70 ദിവസത്തിന് മേലെ എടുക്കും. അത്യാവശ്യം വിലയുള്ള ഫ്രൂട്ടാണ്. അതെ, വിലയുള്ള ഫ്രൂട്ടാണ്. നമ്മൾ ഷേക്ക് പോലെ തന്നെ പാലുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. ഈ ചൂട് സമയത്ത് ആ ചൂടിനെ ഒന്ന് ഇത് ചെയ്യാൻ, ദാഹം ഒന്ന് അടക്കാനായിട്ടൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പം മാന്നാർ പഞ്ചായത്തിൻ്റെ 19ാം വാർഡിൽ വന്നിട്ട് നല്ല അതിമനോഹരമായൊരു കൃഷിയിടം നമുക്ക് കാണാൻ പറ്റി. കാരണം അത് നിങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമെന്ന് വേണം. തീർച്ചയായിട്ടും. ഇപ്പം എത്ര പേരാണ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ എത്തി? 3 പേര്. 3 പേരുടെ. എൻ്റെ പേര് ശാന്തിനി ബാലകൃഷ്ണൻ. 18ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. ഇത് 19. ഞാൻ താമസിക്കുന്നത് 19ാം വാർഡിലാണ്. 18ൽ നിന്ന് നേരെ 19ലേക്ക് വന്നിട്ടൊരു കൃഷി അങ്ങ് ഇറങ്ങി. അത് അവിടെ വിജയക്കൊടി പാറിക്കുകയാണ്. അതെ, നമ്മളുടെ സ്വന്തം സ്ഥലവും അതിനൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബ സുഹൃത്തിൻ്റെ സ്ഥലം കൂടെയാണ് നമ്മളിപ്പോൾ കൃഷിയിടത്തിന് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് ജലസേചനവും ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കറണ്ട് കണക്ഷൻ ഉൾപ്പെടെ എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകൃഷിക്ക് നിൽക്കുന്ന മറ്റ് 2 സുഹൃത്തുക്കളുടെ പേരും കൂടി ഒന്ന് പറയാമോ? ഒന്ന് എൻ്റെ ഹസ്ബൻഡാണ്, ബാലകൃഷ്ണൻ എന്നാണ് പേര്. അമ്പലപ്പുഴ സ്റ്റേഷനിലെ ASI ആണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ അമ്പലപ്പുഴ ആയതുകൊണ്ട് കുറച്ച് സമയം കിട്ടത്തുള്ളൂ കൃഷിയിടത്തിലേക്ക്. പിന്നെ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ ലാലു എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ഈ 3 പേരുടെ നിസ്സാന്തമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഷമാമായാലും തണ്ണിമത്തനായാലും കഞ്ഞിക്കുഴിപ്പയറായാലും അതിമനോഹരമായി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇനി തുടർന്നും ഈ കൃഷിയിടത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമില്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് നമുക്ക് പിന്നിലായി കുറച്ച് നെൽപ്പാടമുണ്ട്. അപ്പോൾ അതും ഇതിനോടനുബന്ധിച്ച് വരും കാലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കൃഷി ഇറക്കി മുന്നോട്ട് പോകണമെന്നാണ് അല്ലേ? അതെ, നമ്മൾ വർഷങ്ങളായിട്ട് നെൽകൃഷി ചെയ്യുന്നവരാണ്. ഇപ്പോഴും 5 ഏക്കർ നിലത്തോളം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറച്ച് സ്ഥലം കൃഷി സ്ഥലം ഉണ്ടായിരുന്നു നെല്ലിൻ്റെ. അവിടെ അച്ഛന് പോയി വരാൻ ബുദ്ധിമുട്ട്. അച്ഛനിടയ്ക്ക് സ്ട്രോക്ക് വന്നു. അപ്പോൾ അത് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നെൽപ്പാടങ്ങൾ പലതും ഇപ്പം അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, തരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ ഇത്രയും ഇടുങ്ങിയൊരു സ്ഥലത്ത് വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇവിടെ നെൽകൃഷി കാണാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതെ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഇവിടെ അങ്ങനെ തരിച്ചിട്ടിരുന്ന സ്ഥലങ്ങളല്ല. നമ്മൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ കൂടുതലും സ്ഥലം ഇപ്പോൾ മാന്നാർ കൃഷിഭവൻ്റെ പരിധിയിൽ കൂടുതലും നെൽകൃഷി ചെയ്യുന്ന വയലുകളെല്ലാം ഇപ്പോൾ തരിശു നിലമായിട്ട് കിടക്കുകയാണ്. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുകൊണ്ടല്ല, ആൾക്കാർക്ക് കൃത്യമായ സമയത്ത് ജലസേചന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ട് പോയി. വരുംകാലങ്ങളിൽ ഇതിലെല്ലാം മാറി മറിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കൃഷി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം സ്മാർട്ട് പെൻ സഫാരിക്ക് വേണ്ടി ഒരു വീഡിയോ ഒരുക്കാൻ അവസരം ഒരുക്കി തന്ന നിങ്ങളുടെ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും നിങ്ങൾക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങളെ കൃഷിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി തന്നത് ഞങ്ങളുടെ കൃഷി ഓഫീസർ ഹരികുമാർ സാറാണ്. അപ്പം സാറിൻ്റെ ഒരു പങ്കും ഇതിനകത്ത് വളരെ വലുതാണ്. അപ്പോൾ കൂടുതലും മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തട്ടെ. അവർക്ക് മികച്ചൊരു വരുമാനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ആത്മസംതൃപ്തി നമ്മൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അദ്ദേഹവും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി അദ്ദേഹം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇവർക്ക് വേണ്ട കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതാണ്. സാറ് ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പെൻ സഫാരിയുടെ
നന്ദി നമസ്കാരം അറിയിച്ചുകൊള്ളുന്നു. ഇത് നമ്മൾ പരിചയപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ പഞ്ചായത്തിലെ മെമ്പർ കൂടിയായ ശാന്തിനി ബാലകൃഷ്ണനെയാണ്. ശാന്തിനി ബാലകൃഷ്ണൻ്റെ കൃഷിയിടമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇവിടുത്തെ ഓരോ കൃഷിയും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ശാന്തിനി ബാലകൃഷ്ണനെ മാതൃകയാക്കി കേരളത്തിലെ എല്ലാ ആൾക്കാരും ചെറിയ തോതിൽ കൃഷി തുടങ്ങി വലിയ വലിയ കൃഷി എത്തി വലിയ സംരംഭകനും ഒക്കെ ആയിട്ട് മാറണം എന്നാണ് സ്പാർട്ടൻ സഫാരി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അയക്കണം. ഞങ്ങൾ അടുത്ത തുടർ വീഡിയോയിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.